മഴക്കെടുതിക്കിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും രൂക്ഷമാവുകയാണ്. സ്വകാര്യ യാത്രയല്ലെന്നും സംസ്ഥാന താൽപര്യത്തിനായി നിക്ഷേപകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചെങ്കിലും യോഗത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളോ ആരുമായാണ് എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന വിശദാംശങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. വാർത്താസമ്മേളനത്തിന് പിന്നാലെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്താത്തതിൽ പ്രതിപക്ഷ ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ്. ടി.വി. പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, സ്വകാര്യ താല്പര്യങ്ങൾക്കല്ല, സ്വന്തം കാര്യങ്ങൾക്കല്ല, പക്ഷേ ഒരു സംസ്ഥാനത്തെ താല്പര്യങ്ങൾക്ക് ഒരു നിക്ഷേപ ഗ്രൂപ്പിനെ കാണാനാണ് താൻ ഹെലികോപ്റ്റർ യാത്ര നടത്തിയെന്നുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ തുടർച്ചയായുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. ഇക്കാര്യത്തിലടക്കം ഇനിയും ഒരു വ്യക്തത വരാനുണ്ട്, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യം പരിഗണിച്ച്. എന്തായാലും വിമർശനം കടുപ്പിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും പ്രതിപക്ഷം ഈ വിഷയത്തിൽ. കീർത്തന ശ്രുതി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര അത് വിശദീകരണത്തിന് പിന്നാലെ അത് കൂടുതൽ ദുരൂഹമായി എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ താൽപര്യപ്രകാരം നിക്ഷേപകരുമായാണ് കൂടിക്കാഴ്ചയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയേറെ വിവാദം ഉയരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ വിമർശനം ഉയരുന്ന സമയത്ത് അത് തുറന്നു പറഞ്ഞുകൂടാ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് സ്വകാര്യ യാത്രയല്ലെന്നും മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ താൽപര്യമാണെന്നും ഒരു രൂപ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി അതിൽ ഇന്നലെ നടത്തുകയും ചെയ്തത്. പക്ഷേ അതോടുകൂടി ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച? അങ്ങനെ ഒരു ഒഫീഷ്യൽ കൂടിക്കാഴ്ചയാണെങ്കിൽ സർക്കാർ രേഖകളിൽ, അതായത് മുഖ്യമന്ത്രിയുടെ മൂവ്മെന്റ് ലിസ്റ്റിൽ അത് കൃത്യമായി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു നിക്ഷേപ കൂട്ടായ്മയെ, നിക്ഷേപ സംഗമത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിക്ഷേപകരുമായുള്ള സംസാരത്തെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ രേഖ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചെന്നൈയിലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം കൂടിക്കാഴ്ച തലസ്ഥാനത്ത് നടക്കാത്തതെന്ന് ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടേക്ക് അവർ വരാത്തതെന്ന് ചോദ്യമുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിൽ അതെവിടെ വെച്ചാണ് എന്ന ചോദ്യമുണ്ട്. പക്ഷേ ഇതിനൊന്നും ഉത്തരം ആരിൽ നിന്നും ഇതുവരെയും കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ സ്വകാര്യ യാത്ര ഇന്നലത്തോടുകൂടി ഒന്നുകൂടി ദുരൂഹമാവുകയാണ് എന്നുള്ളതാണ്. ആ ചോദ്യത്തിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് മറുപടി കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് പോലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു വിവരം ഇതുവരെയും പുറത്തു വന്നതുമില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകളും ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരുന്ന സമയങ്ങളിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിടുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ ഹെലികോപ്റ്റർ യാത്ര അത് ദുരൂഹമായി തന്നെ തുടരുന്നു. വ്യക്തത വരുത്താൻ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കീർത്തനാശ്രുതി, അതാണ്. അതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.